എന്തോന്ന് ഉറക്കോ ഇത്? ഇപ്പൊ നീ നല്ല കണി കണ്ടേനായിരുന്നു. പിന്നെ സമയായി, ഓഫീസിലൊന്നും പോണ്ടേ? അമ്മ വരുന്നതിന് മുമ്പ് ഈ ചായം കുടിച്ചേ. അമ്മ എവിടെ പോയി? അമ്മ ചത്തുപോയടാ. എന്താടി, ഞാനില്ലാത്ത സമയം നോക്കി രണ്ടുപേരും കൂടെ എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? എന്നാടാ, നീ ഈ ചായ കുടിച്ചാ മതി. എന്റെ പൊന്നമ്മയും എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചായ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടുന്നില്ല. കല്യാണത്തിന് മുമ്പേ നിനക്ക് എല്ലാം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നല്ലേ? നീ പോയി ഈ മൂദേവിയെ കൊണ്ടുവന്നതിന് ശേഷം എല്ലാം സമയം തെറ്റിയത്. ദൈവമേ, ഈ തള്ള എന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങും. തള്ളേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്തോ ചെയ്യും? ചൊവ്വാദോഷക്കാരനായ നിങ്ങളെ മോനെ കെട്ടാനേ ഇപ്പൊ ഐശ്വര്യ റായ് വരും. അടുത്തത് നിങ്ങൾ ഈ ചായ കുടിച്ചേ. നീ ഈ ചായ കുടിച്ചാ മതി. ആഹാ, അങ്ങനെ ഇന്നത്തെ ചായയുടെ കാര്യവും കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ല, ഇപ്പോഴേ ഇങ്ങനായ എൻ്റെ കാര്യം പോക്കാ. അയ്യോ, സമയം പോയി. എന്താ തോർത്തിങ്ങെടുക്കായി. അങ്ങോട്ട്. അയ്യോ അയ്യോ, അമ്മയായിരുന്നോ? വൃത്തികെട്ടവൻ. ഭാര്യമാര് ചെയ്യേണ്ട ജോലിയെ ഭാര്യമാര് തന്നെ ചെയ്യണം, അല്ലെങ്കിലേ ഇത് എങ്ങനെ ഇരിക്കും? എന്നോടല്ലേ പറഞ്ഞത്? ഞാൻ കൊടുത്തോളാം. വേണ്ട, തോർത്ത് വേണ്ട, സമാധാനമായല്ലേ, ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോ. ശോഭേ, ശോഭേ. എന്താ എന്താ? ചട്ടി എന്ത് മാറുന്നുണ്ട്? എന്നാടാ എന്തുവാടാ? നീ
എപ്പോഴും ചോവേ ചോവേന്ന് വിളിക്കുന്നത്? അമ്മേന്ന് വിളിക്കാൻ നീ മറന്നു പോന്നോ? എന്തോ അമ്മ ഇത്? എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എന്നാ പിന്നെ ഇത് ഇട്ടാ മതി. ഉള്ളത് നല്ലത് ഇതാ. സാധാരണ നീ ഇതാണല്ലോ ഇടാറുള്ളത്. തള്ളേ, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതേടി, ഇത്രയും നാൾ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിച്ചത് ഞാനാ. ഇനിയും അങ്ങനെ തന്നെ. ദാ ഇതിട്ടാ മതി. അതെ, അവൻ ഇടുവോ? എന്നാ കാണണമല്ലേ. നീ ഇടുവോടാ? വേണ്ട, തർക്കം വേണ്ട, വഴക്കം വേണ്ട. ഇത് ഇടായിരുന്നാ പോരെ. ഇനി എനിക്ക് ഈ സാധനം വേണ്ട. മാറ്, ഇങ്ങോട്ട് മാറ്. ഡാ, അത് കൊടുക്കരുത്. മിക്കവാറും അങ്ങനെ തന്നെ ആണല്ലേ. പോയേ, പോ നീയും പൊടി. രണ്ടിനും കണ്ടില്ലല്ലോ. എവിടെ പോയി? ഇവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു ചായ ഇട്ട് കുടിക്കാം. എന്താണ് പരിപാടി? ഒരു ചായ ഇടുക. നീ രണ്ടും കൂടെ ഒരു തുള്ളി വെള്ളം പോലും തരാതെ എന്നെ കൊല്ലും. അതുകൊണ്ട് സ്വന്തമായിട്ടും ഇടാന്ന് കരുതി. ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളല്ലേ? നീ ആരാ മുതല്? വയസ്സായവരാ. ഭർത്താവ് പോലും ഇല്ലാതെ മോനെ വളർത്തിയതാ. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ളൊരു കുഴപ്പമായത്, പെട്ടെന്ന് ഒരുത്തി വന്ന് എന്നോടുള്ള അധികാരം എല്ലാം ഏറ്റെടുക്കുമ്പോൾ എനിക്ക് അവരോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലായിരിക്കും. എന്ന് ചിന്തിക്കാൻ നിനക്കും വയ്യ. ഓ, അപ്പൊ ഞാനാ കുറ്റക്കാരി അല്ലേ? നോക്കിക്കോ, കാണിച്ചു തരാം. ഇതാ കുഴപ്പം. എടി, നീ കുറച്ച് വിട്ടോട്. കുറേശ്ശെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അണിമുണ്ട് പോവുമല്ലോ. അപ്പൊ അമ്മ ഇല്ലല്ലോ. ചെലപ്പോ അവരായിരിക്കും ആദ്യം വന്നിരിക്കുന്നത്. ഏയ്, അമ്മ വരത്തില്ല. അമ്മയുടെ കാര്യം ട്രാവൽസിൽ പറഞ്ഞിട്ടൊന്നും ഇല്ലടി. പിന്നെ എല്ലാം ശരിയായോ? നാളെ ശരിയാവുന്ന ട്രാവൽസുകാരും പറഞ്ഞത്. നാളെ രാവിലെ അവർ എഴുന്നേക്കുന്നിരുന്ന് നമുക്ക് വലിയ പാലിളക്കുന്നത്. അയ്യോ, നീ ഇറക്കി വെച്ചാ തേയില ഇട്ടില്ലടി. നീ പാലായിട്ട് കുടിക്കല്ലേ. ഞാനൊന്ന് മാറിയപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ പുശൂശിക്കാൻ തുടങ്ങിയല്ലേ. ഇവിടെ എന്തുവാ രണ്ടുപേരും കൂടെ പരിപാടി? ഓ, പാല് കാച്ചുവാണല്ലേ നിന്റെ? മോനെ, അയ്യോ മോനെ, എന്ത് തളി കാണിച്ചത്? കുടിക്കാൻ വേണ്ടി ചൂടാക്കി വെച്ചോളൂ. അത് നമസ്കാരം, സാറുണ്ടോ? ഉണ്ട്. ഞാൻ ട്രാവൽസിൽ നിന്ന് വരിക, സാറിനെ ഒന്ന് കാണുമായിരുന്നു. കേറി വാ.
ഹായ് സാർ. ആ താനോ? ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ? അല്ല സാറേ, എനിക്ക് ഇതുവഴി ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ സാറിനെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നാളെ 6 മണിക്ക് സാറും വൈഫുമായിട്ട് ട്രാവൽ ഏജൻസിയിൽ വന്നാൽ മതി. നടക്കത്തില്ല. എന്തു പറ്റി സാറേ? പനിയാണോ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. പനിയാണെങ്കിൽ ഡോക്ടറെ പോയി കണ്ടൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി. ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ഒരു ഒറ്റ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, പനി പമ്പ അടക്കും. ഹണിമൂൺ ട്രിപ്പ് അടിച്ച് പൊളിക്കും സാറേ. അടിച്ചു പൊളിയല്ലടാ, അടി മൊത്തം പൊളിഞ്ഞിരിക്കുക. നിന്റെ കണ്ണിലെന്താ കുരു? എന്തോന്ന് ഹണിമൂൺ, ദാ നോക്കടാ. അയ്യോ, അയ്യോ, ഇതെന്ത് പറ്റി? എന്ത് പറ്റി സാറേ? പോടോ. അതല്ലടോ, ചൂട് പാല് വീട് പൊള്ളിയതാ. അയ്യോ. അപ്പൊ സാറിന്റെ ഹണിമൂണ്? ഇനി ഹണിമൂണ് പോയിട്ട് എന്താ കാര്യം? ഹണിമൂൺ